സ്കോട്ട്ലൻഡ് ഡയറീസ്, സ്കൈയിലേക്കൊരു മാന്ത്രിക യാത്ര. ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് യാത്രയുടെ 2ാം ദിവസം. ഇന്നത്തെ ഞങ്ങളുടെ ടാർഗറ്റ് ഐൽ ഓഫ് സ്കൈ ആണ്. ഇന്നലെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ഐൽ ഓഫ് സ്കൈയിലേക്ക് റോഡ് മാർഗം ഏതാണ്ട് 2 മണിക്കൂറിലധികം എടുക്കും. അതുകൊണ്ട് ഞങ്ങളൊരു ഫെറി ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ഏകദേശം 30 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഫെറി യാത്ര. ഞങ്ങൾ കാർ ലോവർ ഡെക്കിൽ പാർക്ക് ചെയ്തിട്ട് അപ്പർ ഡെക്കിലേക്ക് കയറി. അവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ വ്യക്തമായി കാണാം. കണ്ണെത്താത്ത ദൂരത്തുള്ള കടലും അതിൻ്റെ ഭംഗിയും പ്രകൃതിയുടെ നിശബ്ദതയും അതൊരു പ്രത്യേക വൈബായിരുന്നു. ഫെറിയിലൂടെ പോകുന്ന വഴിയിൽ അതിൻ്റെ തീരത്തോട് ചേർന്ന് ചില വീടുകളുണ്ടായിരുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ ശാന്തമായി നിലകൊള്ളുന്ന ചില വീടുകൾ. ഇന്നത്തെ ദിവസം ഇന്നലത്തെ പോലെ അത്ര തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നില്ല. ആകാശം നിറയെ കാർമേഘങ്ങൾ മൂടി നിന്നു. ഒപ്പം നേരിയ കോടമഞ്ഞ്. ഇന്നലെ കണ്ട തെളിഞ്ഞ സൂര്യപ്രകാശത്തിന് പകരം ഇന്ന് അന്തരീക്ഷം ആകെ ഒരു മൂകതയായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഞങ്ങളിതാ ഫെറി പൂൾസിലെത്തിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ദ മാജിക് ഓഫ് നേച്ചർ. കുന്നിൻ ചെരുവുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലം പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിച്ച് നിരവധി പൂൾസായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ശരിക്കും കണ്ടു. താഴെയുള്ള കല്ലുകൾ പോലും നമുക്ക് വ്യക്തമായി കാണാം. ചുറ്റും കാണുന്ന മലകളാണ് ക്യൂലൈൻ മൗണ്ടൻസ്. തണുത്ത കാറ്റും ഒഴുകുന്ന വെള്ളത്തിൻ്റെ നേർത്ത ശബ്ദവും എല്ലാം കൂടി ചേരുമ്പോൾ നമുക്കൊരു ഫെയറി ടെയിൽ ലോകത്തെത്തിയ പോലാണ് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഫെയറി പൂൾസ് എന്ന് വിളിക്കുന്നതെന്നറിയാമോ? മാന്ത്രിക കഥകളിലാണ് ഇതിൻ്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത്. സെൽറ്റിക് ഐതിഹ്യമനുസരിച്ച് ഈ തെളിഞ്ഞ കുളങ്ങളിൽ മാന്ത്രിക ശക്തിയുള്ള ഫെയറീസ് വന്ന് കുളിക്കാറുണ്ടായിരുന്നത്രേ. ഷൈനിങ് ഫോക്ക് എന്ന് വിളിച്ചിരുന്ന ഈ ഫെയറികൾ ഫുൾ മൂൺ രാത്രികളിൽ ഇവിടെ വന്ന് നീരാടുമായിരുന്നത്രേ. ഇത് വെറും ഒരു ഐതിഹ്യം മാത്രമല്ല. ഈ ഭാഗം ഭരിച്ചിരുന്ന ക്ലാൻ മക്ലിയോഡ് ഒരു ഫെയറി രാജകുമാരിയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ കഥകൾ പ്രചരിക്കുന്നത്. ആ പ്രണയത്തിൻ്റെ മാധുര്യം ഇപ്പോഴും ഈ വെള്ളങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പോവും. പക്ഷേ ഈ ശാന്തമായ സൗന്ദര്യത്തിന് ഒരു ഡാർക്ക് പാസ്റ്റ് കൂടിയുണ്ട്. 1600കളിൽ ഇവിടെ നടന്ന അവസാനത്തെ വലിയ ഗോത്രയുദ്ധത്തിൽ ഈ വെള്ളം രക്തത്തിൽ ചുവന്ന ചരിത്രവും ഈ സ്ഥലത്തിന് പറയാനുണ്ട്. മാന്ത്രികതയും ചരിത്രവും ഒരുപോലെ കെട്ടുപിണഞ്ഞു നടക്കുന്ന ഒരിടം. ഏതാണ്ട് 3 മണിക്കൂറിലധികം ഞങ്ങൾ ഫെറി പൂൾസിൽ ചെലവഴിച്ചു. ഈ പ്രദേശത്ത് ഓരോ കാഴ്ചയും ഒരു പെയിൻറ്റിങ് പോലെ ഫീൽ ചെയ്തു. ഫോട്ടോസ് ഇല്ലാത്ത എന്ത് മലയാളി, എന്ത് ഫ്രണ്ട്ഷിപ്പ്. ഓരോ സ്പോട്ടിലും ഞങ്ങൾ ഇറങ്ങി ധാരാളം ഫോട്ടോസൊക്കെ എടുത്ത് തമാശയൊക്കെ പറഞ്ഞ് സമയം സ്പെൻഡ് ചെയ്ത് യാത്ര തുടർന്നു. അങ്ങനെ രാത്രിയോടെ ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങളുടെ കോട്ടേജിലെത്തി. മരങ്ങൾക്കിടയിലൂടെ ഒരു ചെറിയ കോട്ടേജ്. ആ രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. തമാശകളൊക്കെ പറഞ്ഞ് അടുത്ത ദിവസത്തെ വമ്പൻ പ്ലാനിങ്ങുകളെ ആ ദിവസം അവിടെ അവസാനിച്ചു. അടുത്ത ദിവസം കൂടുതൽ യാത്രകളിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു.